നമസ്കാരം. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്ന ഡൽഹി സർക്കാരിന്റെ പദ്ധതി വൻ വിജയമാകുന്നു. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 2500 രൂപ വീതം കിട്ടുന്ന ലക്ഷ്മി യോജനയിലേക്ക് അപേക്ഷിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. 6 ലക്ഷത്തിലേറെ അപേക്ഷകരാണ് പദ്ധതിക്ക് അപേക്ഷിച്ചത്. രജിസ്ട്രേഷൻ ആരംഭിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അപേക്ഷകളുടെ എണ്ണം 6 ലക്ഷം പിന്നിട്ടിരുന്നു. 2500 രൂപയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കുകയല്ല ചെയ്യുന്നത്. പകരം 1000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ബാക്കി 1500 രൂപ ബാങ്കിൽ FD ആയി മാറ്റുകയാണ് ചെയ്യുന്നത്. നിക്ഷേപത്തിന് 3 വർഷത്തെ ലോക്കിൻ കാലാവധിയുണ്ട്. കാലാവധി പൂർത്തിയായ ശേഷമേ ഈ തുക പിൻവലിക്കാനാകൂ. അപ്പോൾ ഒരു തുക ഒരുമിച്ച് കൈകളിൽ ലഭിക്കുകയും ചെയ്യും. ഡൽഹിയിൽ BJP സർക്കാരാണ് സംസ്ഥാനത്തെ വനിതകൾക്കായി ലക്ഷ്മി യോജന പദ്ധതി ആവിഷ്കരിച്ചത്. കർശനമായ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ യോഗ്യരെ നിശ്ചയിക്കുകയുള്ളൂ. BJPയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാവുന്നത്. ഓഗസ്റ്റ് 1 രജിസ്ട്രേഷൻ തുടക്കം. രക്ഷാബന്ധൻ ദിനമായ ഓഗസ്റ്റ് 28 ആദ്യത്തെ 2500 രൂപ കൈമാറുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സ്ത്രീകൾക്ക് ഹ്രസ്വകാല നിക്ഷേപത്തിന് പുറമെ ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞത്. 17 ലക്ഷം എന്ന കണക്കിൽ എത്തുന്നവരെ ഞങ്ങൾ രജിസ്ട്രേഷൻ നിർത്തില്ല. രേഖ ഗുപ്ത പറയുന്നു. മൊത്തം 17 ലക്ഷം വനിതകൾക്ക് പ്രയോജനമുള്ള പദ്ധതിക്കായി നടപ്പ് വർഷത്തേക്ക് ഡൽഹി സർക്കാർ 5100 കോടി നീക്കിവെച്ചിട്ടുണ്ട്. 21നും 60നും ഇടയിൽ പ്രായമുള്ളവരാണ് പദ്ധതിയിൽ ചേരാൻ അർഹർ. പ്രതിവർഷ കുടുംബ വരുമാനം 2.5 ലക്ഷം കവിയരുതെന്ന നിബന്ധനയുമുണ്ട്. നിലവിൽ മറ്റേതെങ്കിലും പദ്ധതി വഴി സാമ്പത്തിക പിന്തുണ ലഭിക്കുന്നവർക്ക് ലക്ഷ്മി യോജനയിൽ ചേരാൻ അർഹതയില്ല. സർക്കാർ ജീവനക്കാർ, ആദായനികുതി അടയ്ക്കുന്നവർ, കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ ജോലിയുള്ളവർ, 3-ലധികം കുട്ടികളുള്ളവർ, കാറുള്ളവർ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എന്നിവർക്ക് പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. ഈ രീതിയിലുള്ള പദ്ധതികൾ മറ്റു സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുത്താൽ അത് ദുരിതത്തിലായ സ്ത്രീകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കും. കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയുണ്ട്. പക്ഷേ ലക്ഷ്മി യോജന പോലെ സാമ്പത്തിക ഗുണം ലഭിക്കുന്ന പദ്ധതികളില്ല. ലക്ഷ്മി യോജന പോലുള്ള പദ്ധതികൾ കേരളത്തിൽ ആരംഭിച്ചാൽ അത് സ്ത്രീകൾക്ക് വലിയ സഹായകരമാകും. അങ്ങനെയുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്നതിൻ്റെ സൂചനകൾ പോലും നിലവിലില്ല. കേരളത്തിലെ സ്ത്രീകൾ കാത്തിരിക്കുക തന്നെ ചെയ്യേണ്ടി വരും.